ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്. നമ്മുടെ ജ്യൂസറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊക്കെ ഷോർട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ജ്യൂസർ മേടിക്കാൻ പോയതിൻ്റെയൊക്കെ വീഡിയോസ് നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടും നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിക്കാൻ കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ജ്യൂസറിനെ പറ്റി കാണിച്ചിട്ട് അതിനുശേഷം നമ്മൾ ഇത് ഒരു ജ്യൂസ് അടിച്ച് ഉദ്ഘാടനം ചെയ്തെന്നും കൂടെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും ബോക്സസ് ആണ് ഇതിനകത്തുള്ള തുറന്നപ്പോൾ തന്നെ. അപ്പോൾ ഈ വലിയ ബോക്സിനകത്തുള്ള നമ്മുടെ മെയിൻ താരമായ ബേസാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ എല്ലാ ജാറും വെച്ചിട്ട് അടിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും വോയിസ് ഇടാൻ വേണ്ടിയിട്ട് ഫുള്ള് വേണമല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത്. ബോറടി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ്? 1 2 3 4 5 6 ബോക്സസ് ആണ് ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അമ്മൂസ് സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. അവളും കൂടെ ഉള്ളപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിക്കാം, എല്ലാം നമുക്ക് എടുത്ത് ആ സമയത്ത് ജ്യൂസൊക്കെ അടിക്കാനൊക്കെ പറഞ്ഞിരുന്നേ. പക്ഷേ അമ്മൂസ് ഉറങ്ങിപ്പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ അമ്മൂസ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ഇത് മിനിഞ്ഞാന്നാണ് ഞങ്ങൾ തുറക്കുന്നത്. അപ്പം അന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇന്നാണ് ഞാൻ വോയിസ് ചെയ്ത് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അമ്മൂസ് ഈ കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതും അതുപോലെ ഞങ്ങൾ ജ്യൂസ് അടിച്ചതും ഒന്നും അറിഞ്ഞിട്ടില്ല. അവളുടെ മുന്നേ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു ജ്യൂസ് അടിച്ച് കാണിച്ചിട്ടുണ്ട്. അതെന്തായാലും അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബേസ് തുറന്ന് നമ്മുടെ അടുത്ത് മാറ്റി വെച്ചു. അതിനകത്ത് നമ്മുടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലഗും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്മോൾ ജാറ് ആണ് തുറക്കാൻ പോണേ. ഈ ജാറിന് മേളിൽ തന്നെ നമ്മുടെ സ്ട്രെയിൻ ചെയ്യാനും അതുപോലെ നമുക്ക് ഈ ജാറിനകത്ത് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊടിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുകയൊക്കെ ചെയ്താൽ അടച്ചു വെക്കാനായിട്ട് ഒരു ക്യാപ്പും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയിൽ അടിക്കാനുള്ള ക്യാപ്പും അല്ലാതെ നമുക്ക് അടച്ചു വെക്കാനുള്ള 2 ക്യാപ്പും അതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതാണ്, പിന്നെ 2 ബോട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് എടുത്ത് മാറ്റി ഫ്രിഡ്ജിനകത്തോട്ടൊക്കെ എടുത്ത് വെക്കാനും എന്നിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് 2 ബോട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് തന്നെ നമ്മുടെ മെഷർമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ലതായിരിക്കും കേട്ടോ. കാരണം മെഷർമെൻറ്റ്സ് ഒക്കെ അനുസരിച്ച് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് എന്തുകൊണ്ടും ഇതെനിക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ ആണ് കേട്ടോ കമ്പനി. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞങ്ങൾ മേടിച്ച് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 2 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ കൂട്ട് തന്നെ സെയിം ഒരു കുഞ്ഞു ജാറും കൂടെ നമുക്ക് വേറെ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ തുറക്കാൻ പോണത് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഒരു ബിഗ് ജാറാണ്. ഈ ജാറിനകത്താണ് നമ്മൾ ജ്യൂസ് അടിക്കുക. നമ്മുടെ എല്ലാ രീതിയിലുള്ള ജ്യൂസും ഷേക്കും ഒക്കെ അടിക്കണം ഈ വലിയ ജാറിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ആവശ്യം ഉണ്ടായിരുന്നത് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ മിക്സി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ജ്യൂസും പിന്നെ ഷേക്കിൻ്റെയൊക്കെ വീഡിയോ ആയിരുന്നല്ലോ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് ശരിയായിട്ടൊന്ന് നമ്മൾ അരയണമെന്നുണ്ടായിരുന്നില്ല. കുറേ നേരം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെ ശരിയാവുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഈ ജ്യൂസർ മേടിക്കാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ജാറാണ് ഇത്. ഇതും കുഞ്ഞു തന്നെ, മറ്റേനെ കൂട്ട് തന്നെ കുഞ്ഞായിട്ടുള്ള ജാറ് തന്നെയാണ്, സ്മോൾ ജാറ് തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞു ജാറെന്ന് പറഞ്ഞാൽ അതിനകത്ത് പൊടി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പൊടി സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ 2 കേട്ടോ. അപ്പോൾ എനിക്കിതെന്തോ വേർത്തായിട്ട് തോന്നി. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് വരുന്നത്. സ്ട്രെയിനർ ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാപ്പിൽ തന്നെ ഒരു സ്ട്രെയിൻ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ അടിച്ചിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ജ്യൂസ് അടിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ABC ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹെൽത്ത് ആണല്ലോ എപ്പോഴും മുഖ്യം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ല നമുക്ക് ഗ്ലോയിങ് സ്കിന്നൊക്കെ വന്ന് നമ്മുടെ വൈറ്റമിൻ എയും ബിയും സി ഒക്കെ ഉള്ള ക്യാരറ്റും ആപ്പിളും അതുപോലെ ബീട്രൂട്ടുമാണ് ഞങ്ങളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ABC ജ്യൂസ് ഉണ്ടാക്കാൻ മിക്കവർക്കും അറിയായിരിക്കും, കാരണം എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കി പോകുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് നാരങ്ങ മാത്രമേ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ, ഇഞ്ചി തീർന്നു പോയായിരുന്നു. അപ്പോൾ നാരങ്ങ ഒരു ഹാഫ് നാരങ്ങ മാത്രം നമ്മളൊന്ന് സ്ക്യൂസ് ചെയ്തെടുത്തു. എന്നിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ വെച്ചു, എന്നിട്ട് അടച്ചു വെച്ചു. എന്നിട്ട് നമ്മളിതൊന്ന് ലോക്ക് ചെയ്യണം. ഇവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് താഴെ ഓണോ ഓഫ് അങ്ങനെ 2 ബട്ടണോ അങ്ങനെയൊന്നും ഇല്ല. നമ്മളിത് ലോക്കാക്കി വെക്കുക. എന്നിട്ട് നേരെ നമ്മുടെ ഓൺ ചെയ്യുക, പ്ലഗ് ഓൺ ചെയ്യുക. അപ്പം അത് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഗ്രൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നന്നായിട്ട് തന്നെ അരയുന്നുണ്ട് കണ്ടിട്ട്. നമ്മുടെ ആപ്പിളും നമ്മുടെ ക്യാരറ്റും അതുപോലെ നമ്മളെടുത്ത ബീട്രൂട്ടൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, അത് നല്ല രസമായിട്ട് തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ജ്യൂസർ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണ് മേടിക്കുന്നത്. മിക്ക ആൾക്കാരുടെ വീട്ടിലും ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇങ്ങനത്തെ ഒരു ചരുവത്തിൽ ഒഴിച്ചിട്ട് മാറ്റി വെക്കാമെന്നാണ്. പക്ഷേ പിന്നീട് വിചാരിച്ചു ഇതുപോലെ ഐസ് ക്യൂബിൻ്റെ നമ്മുടെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് രാവിലെ ഈ ചൂടുവെള്ളത്തിലുണ്ടല്ലോ എല്ലാ ദിവസവും കുടിക്കാനായിട്ട്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ ഇങ്ങനെ ഓരോ 2 അല്ലെങ്കിൽ 3 ക്യൂബൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലായിട്ട് ഇട്ടിട്ട് അതിനകത്ത് നോർമൽ വാട്ടർ അല്ലെങ്കിൽ
കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ കുടിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ ഗ്ലോ ചെയ്യും. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സത്തോടെ കുടിക്കാനാണ് ഏറ്റവും നല്ലത്. ഇത് അരിച്ചെടുക്കരുത്. അരിച്ചെടുക്കാതെ തന്നെ അതേ രീതിയിൽ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും നമ്മുടെ എല്ലാ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതായിരിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.